നമസ്കാരം അച്ഛോ. കീവറിയതേ ഇയാൾ എഴിക്കണ്ട, ഇയാൾ ഇരുന്നോണ്ടാണ്. അല്ല, അച്ഛൻ വന്നല്ലോ, ഇനിയും താമസിക്കണ്ട. എന്താ കീവറിച്ച? അല്ല കൊച്ചുകുട്ടിയപ്പാ, ധൃതി വെക്കണ്ട. വല്ലവരും വരാനുണ്ടെങ്കിൽ വന്നോട്ടെ. കോഴഞ്ചേരിക്കാരും വന്നു? ഇല്ല, ആരെയും കണ്ടില്ല. അതെന്തോനാ? എന്തിനാ അവര് വരുന്നത്? കുഞ്ഞേനാച്ചൻ വരുന്നില്ലയോ? എന്തേലും പറഞ്ഞായിരുന്നു? തീരെ വയ്യെന്നാ കേട്ടെ. എന്നാ പിന്നെ പ്രാർത്ഥന തുടങ്ങാല്ലയോ? ആ, അതാ നല്ലത്. അതല്ലയോ കീവറിയതേ നല്ലത്. ഓ, കരയുന്നെന്തോ ഇല്ല. കരയരുത്, കരയരുത്. റാഹേലിനെ ഓർത്ത് ഒരുപാട് കണ്ണീരൊഴുക്കിയിട്ടുണ്ട് ഇയാള്. അത് വേണ്ട ഇനി, അത് കാര്യമില്ല. നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ലല്ലോ അവളെ. കർത്താവ് രക്ഷിച്ചേ അവളെ. വന്നേ. കർത്താവേ, ഈ ലോകത്തിൽ നിന്നും യാത്രയായി നിന്റെ അടുക്കൽ വന്നു ചേർന്നിരിക്കുന്ന ഈ ദാസിയുടെ ആത്മാവിന് ഭാഗ്യകരമായ മണവറയും ആനന്ദപ്രദമായ വിരുന്നും സന്തോഷപ്രദമായ വാസസ്ഥാനവും നൽകണമേ. ദൈവമേ, നിന്റെ ദാസിയോട് കരുണ ചെയ്യണമേ. മാമോദീസ മൂലം നീ നൽകിയതായ പ്രകാശവസ്ത്രവും മൂറോനാകുന്ന മുദ്രയും ഇവളിൽ നിന്ന് ഉരിഞ്ഞു കളയരുതേ. രണ്ടാം മരണം അനുഭവിപ്പാനും പോവുക നിന്നെ ഞാൻ അറിയുന്നില്ല എന്ന് കേൾപ്പിക്കാനും ഇവൾക്ക് സംഗതിയാവരുതേ. കർത്താവേ, ഞങ്ങൾ നിന്നെ രണ്ടാമത്തെ വരെയും നിന്നെ എതിരേൽക്കുവാൻ പുറപ്പെടുകയും സകല വിശുദ്ധന്മാരോടും ചേർന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം സന്തോഷകരമായ നിന്റെ ഉയർപ്പിന്റെ ശോഭയുടെ രശ്മികളാൽ
ഇവിടെ ഉണ്ടായിരുന്നു അല്ലയോ? ഞാൻ വിചാരിച്ചു അടക്കത്തിന് പോയി കാണുമെന്ന്. ഞാൻ വന്നു കയറിയപ്പോ കുഞ്ഞാനാപ്പിള നല്ല ഉറക്കവാ. ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്. എന്നാ പിന്നെ തിരിച്ചു പോയാലോ എന്ന് വിചാരിച്ചപ്പോഴാ ദീന തന്നെ വരുന്നേ. എള്ളുപറമ്പിലോട്ട് പോയില്ലയോ? അപ്പച്ച ഇവിടെ ഒറ്റയ്ക്കായതിനെ കൊണ്ട് മാത്തുക്കുട്ടി പറഞ്ഞ കാണും പോണ്ടാന്ന് ഇല്ലയോ? ആ മാത്തുക്കുട്ടിയാ പറഞ്ഞതിൽ നേരുണ്ട്. അല്ലേലും മരിച്ച വീട്ടിൽ പോയിട്ട് എന്തോ ചെയ്യാനാ? മരിച്ചവര് പോയി, അവര് പോയ എങ്ങോട്ടാന്ന് നമുക്ക് അറിയത്തുമില്ല. എന്നാലും രാഹേൽ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്ന ആരറിഞ്ഞ്? ഇന്നലെ പോയല്ലോ ഞാൻ അവിടെ. കാലത്തെ കയറി വാതിലടച്ചെന്ന് പറഞ്ഞു. ഒന്ന് കാണാതെയും കൂടെയാ പോകുന്നത്. വാതിലടച്ചകത്തിരുന്ന് ഇതിനാന്ന് അറിഞ്ഞോ ആരേലും? എന്നാലും സ്വന്തം തീരുമാനം എടുക്കുമ്പോൾ അവള് മറ്റുള്ളവരെ ഓർത്തില്ലല്ലോ. എള്ളുപറമ്പിലെ കൊച്ചമ്മക്കിനി ചത്താ മാറുമോ ഈ ദുഃഖം? അവരിന്നലെയും കൂടെ പറഞ്ഞ് കരച്ചിലായിരുന്നു അവിടെ കാര്യം. ദീനയെ, ചത്തുപോയവരെ കുറ്റപ്പെടുത്തരുത്. അതും സ്വയം തീരുമാനമെടുത്ത് ചത്തുപോയവരെ. ചിലപ്പോ ചില ആൾക്കാർ ചാവാൻ തീരുമാനിക്കുന്നേ കൂടെ ഉള്ളവരെ പറ്റി കൂടുതൽ ആലോചിക്കുമ്പോഴാണ്. ചിലപ്പോ ചില ആൾക്കാരെ കൊല്ലാൻ തീരുമാനിക്കുന്നേ അങ്ങനെ. എനിക്കൊരു അമ്മാച്ചനുണ്ടായിരുന്നു, വാസുക്കുഞ്ഞു കുറുപ്പെന്നാ പേര്. കടിച്ച എറുമ്പിനെ പിടിച്ച് വെറുതെ വിടും. പാവക്കുഞ്ഞനെന്നായിരുന്നു ഇരട്ടപ്പേര്. അങ്ങേര് ഉത്സവം കാണാൻ പോയ കൂട്ടത്തില് ഏറ്റുമാനൂരെങ്ങാണ്ടുള്ള ഒരു നമ്പൂരി പെണ്ണിനെയും കൈ പിടിച്ചുകൊണ്ട് പോന്നു. പക്ഷേ സർപ്പദോഷവും മുജ്ജന്മ പാപവും ഒക്കെ ഉള്ള കുടുംബമായിരുന്നു എന്ന് പറയുന്നു. ആണ്ടെ ഈ ദീനമായിരുന്നു അവർക്കും. ദീനം കടുത്തപ്പോഴേ വാസുക്കുഞ്ഞമ്മാവനോട് അവരെയും കൊണ്ട് പൊയ്ക്കൊള്ളണമെന്ന് മൂത്തമ്മാവൻ പറഞ്ഞു. എങ്ങോട്ട് പോവാനാ? ചോറുണ്ണുമ്പോഴും കൈ നോക്കിയിരിക്കുന്ന കൂട്ടത്തിലാ. എന്തുവാ കാര്യം? വേറൊന്നുമില്ല കുടഞ്ഞിട്ട് നോക്കാൻ. പേരിലൊരു തുണ്ട് വസ്തുവുമില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ വലയത്തില്ലയോ? ഒടുക്കം രണ്ടുപേരൂടെ തൃപ്പര അമ്പലത്തിനടുത്ത് ഒരു പപ്പടക്കാരുടെ കുടിയിൽ പോയി താമസിച്ചു. 1-2 നാൾ കഴിഞ്ഞപ്പോഴേ വാസുകുഞ്ഞമ്മാവൻ അവരോടൊന്ന് കുളിച്ചൊരുങ്ങി വരാൻ പറഞ്ഞു. ഒരിടത്ത് പോകണമെന്ന്. കുളിച്ചേച്ചും വന്നപ്പോഴേ നമുക്ക് ഒന്നിച്ചിരുന്ന് ഇച്ചിരി കഞ്ഞി കുടിക്കാമെന്ന് പറഞ്ഞു.
കഞ്ഞിയെ തുള്ളി വിഷമിറ്റിച്ചേച്ചും അതാ വിളമ്പിക്കൊടുത്ത്. കഞ്ഞി കുടിച്ച് മുഞ്ഞയും കഴുകി അമ്മാവന്റെ കയ്യിലോട്ട് വീണ് അമ്മായി മരിച്ചതെന്ന് പറയുന്നു. ഈ മാതിരി കാര്യം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാതെ സ്വയം അറിഞ്ഞ് ചെയ്യുന്നത് വലിയ കാര്യമല്ലയോ? ഒറ്റയ്ക്കാവുമ്പോൾ മനുഷ്യർക്ക് ഒന്ന് ഈ സ്വയം ചാവേണ്ടി വരും, അല്ലെങ്കിൽ വല്ലവരെയും കൊല്ലേണ്ടി വരും. അതായിപ്പോ മനുഷ്യന്റെ ഗതി. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ആണ്ടേ അപ്പച്ചനാന്ന് തോന്നുന്നു. അപ്പച്ച ദാണ്ടേ. വേണ്ട വേണ്ട ദിനേ, കുഞ്ഞാനപ്പോൾ ഉറങ്ങട്ടെ, വിളിച്ചെണീപ്പിക്കണ്ട. ഇച്ചിരി കഞ്ഞിത്തെളിയുണ്ടേ ഇങ്ങാട്ട്. പാകം നോക്കി ഇച്ചിരി ഉപ്പിട് ഇട്ടോണേ. വല്ലാത്ത പരവേശ, വല്ലാത്ത ചൂടാ. അകത്തും പുറത്തും ഒക്കെ ചൂടാ. മഴ പെയ്തിട്ടും ചൂടാന്നു. ഇതെന്തോ മഴയാ? എന്റെ ഇതിനകത്ത് ഈ വാരിയും കഴുക്കോലും എല്ലാം ചെതല് തിന്നിരിക്കുവാന്നല്ലോ. ആണേ, കിഴക്കേ ഭിത്തിക്കകത്തും ചെതല് കുമിക്കുവാ. ആന്നു, മൊത്തം ചെതലും കുരിച്ചിലുവാ. അകത്തുന്ന ആ ചെതല് തിന്ന് ഇങ്ങനെ തൊട്ട് നിർത്തിയേക്കുവാ. കൈ നീട്ടി അത് തൊട്ടാ മതി, എല്ലാം കൂടി മേത്തോട്ട് വന്ന് വീഴും. അല്ലയോ? ആ ആണ്ടേ കഞ്ഞിത്തളി. തമ്പ്ര വരാൻ പറഞ്ഞായിരുന്നു. വാ ബലേനെ, ഇതാ വരുന്നു. ആ കഴിഞ്ഞ ആഴ്ചയും കൂടി ഇവിടെ നാള് വന്നപ്പോ പറഞ്ഞ റാഹേലിന്റെ വിശേഷമൊന്നും അറിഞ്ഞില്ലല്ലോ ഒന്ന്. നിന്റെയും ലീലാമ്മയുടെയും വിശേഷം അമ്മിണിച്ചായി പറഞ്ഞായിരുന്നു. അല്ല, കൊച്ചു പുറത്തോട്ടൊന്നും ഇറങ്ങത്തില്ലായിരുന്നല്ലോ, അതായിരിക്കും. എന്റെ രക്ഷകനെ, എന്നിട്ടിപ്പം വിവരം വന്ന് പറഞ്ഞപ്പം ചാക്കാലയായി പോയല്ലയോ. ഇളയത്തുങ്ങളെ കുറിച്ചുള്ള ആദ്യമായിരുന്നേ കുഞ്ഞിന് എപ്പോഴും. ചെടുത്തി ചാത്തമ്പരയും വന്നിട്ടുണ്ട്. കുഞ്ഞവിടെ നിന്നോണ്ടാട്ടെ, ഞാള് പോയി എടുത്തു കൊടുക്കാം.
കൊച്ചു പൊയ്ക്കൊണ്ടാട്ടെ. ഞാള് കത്തിച്ചേമിച്ച് കാച്ചാണിത്തറയിലെ കുളത്തിലിറങ്ങി തേച്ച് കുളിച്ചേച്ചേ പെരയെ കയറത്തുള്ളൂ. തമ്പ്രാനും പൊയ്ക്കൊണ്ടാട്ടെ. ഞാള് കത്തിച്ചോളായത് ഒന്ന് തുപ്പിച്ചേച്ച് തുപ്പലും മറച്ചു വെച്ചും പൊയ്ക്കൊണ്ടാട്ടെ.